253 ദിവസം പിന്നിട്ടിരിക്കുന്ന മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നായരമ്പലം സെന്റ് ജോർജ് കാത്തലിക് ഫ്രണ്ട്സ് മുനമ്പത്തെ സമരപന്തലിലെത്തി. നമ്മൾ വാങ്ങാൻ വേണ്ടി നിരന്തരമായി ഭാര്യയും ഭർത്താവ് കഴിഞ്ഞിട്ട് കുടുംബാംഗങ്ങൾ വെച്ച് പ്രവർത്തിക്കും. എവിടെയെങ്കിലും ലോൺ എടുത്തുകൊണ്ട് ആ സ്ഥലത്തിന്റെ പണം കൊടുക്കും. ആ ലോൺ കിട്ടുന്നതിന് വേണ്ടി പിന്നെയും കാത്തിരിക്കും. ഇതിനുശേഷം ഭവനം എന്ന സ്വപ്നം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഭവന നിർമ്മാണം. അതിനുവേണ്ടി കാത്തിരിക്കും. അപ്പോഴും ലോൺ എടുക്കും. ആ ലോൺ എടുത്ത് ഭവനം നിർമ്മിക്കുകയും പിന്നെ ലോൺ അടക്കണം. അങ്ങനെ ലോണൊക്കെ എല്ലാം അടച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഈ മുനമ്പം ജീവിക്കുന്ന 60 കുടുംബങ്ങളോട് ഇന്ന് ഈ അന്യായമായ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന രീതി ന്യായമാണോ, അത് അനീതിയല്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത്. അന്യായമായി നിങ്ങൾ സ്വന്തമാണ് തട്ടിയെടുക്കാൻ വധസ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ നടപടികൾക്കെതിരെ നിങ്ങളുടെ സമരം 253 ദിവസം പിന്നിട്ടിരിക്കുക. ഈ സമരം വിജയിക്കണമെന്നില്ല. കാരണം ഇതിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വൈത്തിങ്കരയിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ ഈ സമരം ഇന്ന് കത്തിപ്പടരുകയാണ്. ഇത് ന്യായമായ ഒരു സമരമാണെന്ന് എല്ലാ ജനങ്ങളും ഒരേ തരത്തിൽ പറയുന്നതല്ല. ആ സമരം അടുത്തുതന്നെ വിജയം കൈവരിക്കും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. നായരമ്പലം കേന്ദ്രീകരിച്ച് ദരിദ്രരായവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നതാണ് സെന്റ് ജോർജ് കാത്തലിക് ഫ്രണ്ട്സിന്റെ പ്രവർത്തനങ്ങൾ. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ യോഗത്തിൽ ഫാദർ ആന്റണി സേവ്യർ തറയിൽ സ്വാഗതം ആശംസിച്ചു. സെന്റ് ജോർജ് കാത്തലിക് ഫ്രണ്ട്സ് പ്രസിഡന്റ് എ.ജി. ജോയ്, സെക്രട്ടറി ജെയിംസ് കുറുപ്പശ്ശേരി, എ.ജി. മാത്തച്ചൻ, ബിജു മരോട്ടിപ്പറമ്പിൽ, ജോസ്മൻ മഠത്തിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് ആൻഡ്രൂസ് കളരിക്കൽ എന്നിവർ സംസാരിച്ചു.